പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 2026 ഡിഗ്രി അഡ്മിഷൻ്റെ ഭാഗമായിട്ടുള്ള തേർഡ് അലോട്ട്മെൻറ്റ് നാളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്യും. നാളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തേർഡ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അഡ്മിഷൻ നടപടികൾ എങ്ങനെയാണ് എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ നിങ്ങളുമായി സംവദിക്കുന്നത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഈ വർഷം ഡിഗ്രി അഡ്മിഷൻ എടുക്കാൻ ഉദ്ദേശിക്കുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് പിന്നീടുള്ള 4 വർഷ ഡിഗ്രി കഴിയുന്നത് വരെയുള്ള എല്ലാ നോട്ടിഫിക്കേഷനും നമ്മൾ നമ്മുടെ ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും എന്നുകൂടി അറിയിക്കുന്നു. അപ്പോൾ നമുക്ക് കാര്യങ്ങളിലേക്ക് കടക്കാവുന്നതാണ്. നാളെ 5 മണിക്കാണ് തേർഡ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യുക. 5 മണിക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്യും. അങ്ങനെ തേർഡ് അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട അഡ്മിഷൻ എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ചാണ് പറയുന്നത്. ആദ്യത്തെ 2 അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടില്ല, അങ്ങനെ മാൻഡേറ്ററി ഫീ അടച്ചിട്ടില്ല. ആ വിദ്യാർത്ഥികൾ ആദ്യം മാൻഡേറ്ററി ഫീ അടക്കാം. ആദ്യമായിട്ട് അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ മാൻഡേറ്ററി ഫീ അടക്കാം. അതുപോലെ തന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ കിട്ടിയിട്ട് മാൻഡേറ്ററി ഫീ അടക്കാത്ത ആളുകളുണ്ടാവും. അവർക്ക് ഈ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ മാൻഡേറ്ററി ഫീ അടക്കാം. എന്ന് പറഞ്ഞാൽ ഇതുവരെ മാൻഡേറ്ററി ഫീ അടക്കാത്ത ആർക്കെങ്കിലും ആണ് അലോട്ട്മെൻറ്റ് കിട്ടിയതെങ്കിൽ ആദ്യം മാൻഡേറ്ററി ഫീ അടക്കാം. വേണ്ടവർക്ക് എന്ത് ചെയ്യുക, ഹയർ ഓപ്ഷനുകൾ ക്യാൻസൽ ചെയ്യാം. എന്നിട്ട് കോളേജിൽ പോയിട്ട് പെർമനൻ്റ് അഡ്മിഷൻ എടുക്കാൻ സാധിക്കും. അല്ലാത്തവർക്ക് എന്ത് ചെയ്യുക, നിലനിർത്തിക്കൊണ്ടും പെർമനൻ്റ് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. 13-ാം തീയതി മുതൽ 17-ാം തീയതി വരെയാണ് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാനുള്ള സമയം. 13-ാം തീയതി മുതൽ 17-ാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം. 17-ാം തീയതി 5 മണിക്ക് അഡ്മിഷൻ കഴിയുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സെക്കൻഡ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷമുള്ള തേർഡ് അലോട്ട്മെൻ്റ് ആണ്. അപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ഒരു കോളേജ് കിട്ടിയൊരു വിദ്യാർത്ഥി ഉണ്ട്. അവർക്ക് തേർഡ് അലോട്ട്മെൻറ്റിൽ പുതിയൊരു കോളേജാണ് കിട്ടിയെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ആദ്യം സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ എവിടെയാണ് കിട്ടിയത് അവിടെ പോയിട്ട് TEC വാങ്ങുക. എന്നിട്ട് തേർഡ് അലോട്ട്മെൻറ്റ് കിട്ടിയ കോളേജിൽ പോയിട്ട് ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്യാനുള്ള സമയം 17-ാം തീയതി വരെയാണ്. നമുക്ക് പെർമനൻ്റ് അഡ്മിഷൻ 2 രീതിയിൽ എടുക്കാം. അതാണ് ഇനി നമ്മൾ പറയുന്നത്. ഒന്ന്, ഹയർ ഓപ്ഷൻ നിലനിർത്തിക്കൊണ്ട് പെർമനൻ്റ് അഡ്മിഷൻ എടുക്കാം. ഹയർ ഓപ്ഷൻ നിലനിർത്തിക്കൊണ്ട് പെർമനൻ്റ് അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികളെ അടുത്ത അലോട്ട്മെൻറ്റിലേക്ക് പരിഗണിക്കുന്നതാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹയർ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ 4ാമത്തെ ഓപ്ഷൻ കിട്ടി, അതിന് മുകളിൽ 3 ഓപ്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, അടുത്ത അലോട്ട്മെൻറ്റിലേക്ക് പരിഗണിക്കും. ഓക്കെ, ഹയർ ഓപ്ഷൻ നിലനിർത്തിയാൽ വേണമെങ്കിൽ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ആ ഹയർ ഓപ്ഷൻ വേണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹയർ ഓപ്ഷൻ ഡിലീറ്റ് ചെയ്യാനും അവസരമുണ്ട്. വേണ്ടവർക്ക് ഹയർ ഓപ്ഷനുകൾ ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ ഓപ്ഷനിൽ നിങ്ങൾ തൃപ്തികരമാണെങ്കിൽ നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻ ഡിലീറ്റ് ചെയ്തിട്ട് പെർമനൻ്റ് അഡ്മിഷൻ എടുക്കാം. അല്ലാത്ത വിദ്യാർത്ഥികൾക്ക് ഹയർ ഓപ്ഷൻ നിലനിർത്തിക്കൊണ്ട് പെർമനൻ്റ് അഡ്മിഷൻ എടുക്കാം. 2 രീതിയിലായാലും പെർമനൻ്റ് അഡ്മിഷനാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ പുതിയ കോളേജിൽ കിട്ടിയാൽ ആ കോളേജിലത്തെ സ്റ്റുഡൻ്റ് ആയിട്ട് അതോടുകൂടി മാറി. എന്ന് പറഞ്ഞാൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ഒരു കുട്ടിക്ക് ഒരു കോളേജ് കിട്ടി, ആ കുട്ടിക്ക് തേർഡ് അലോട്ട്മെൻറ്റ് പുതിയ കോളേജ് കിട്ടിയാൽ പിന്നീട് നിങ്ങൾ ഈ തേർഡ് അലോട്ട്മെൻറ്റിൽ എവിടെയാണോ കിട്ടിയത് അവിടുത്തെ സ്റ്റുഡൻ്റ് ആയിട്ടാണ് പിന്നീട് മാറുന്നത്. അപ്പോൾ തേർഡ് അലോട്ട്മെൻറ്റ് പുതിയൊരു കോളേജ് കിട്ടിയാൽ പറയുകയാണ് എനിക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടിയ കോളേജ് തന്നെയാണെന്ന് പറഞ്ഞാൽ അങ്ങനെ അഡ്മിഷൻ നിൽക്കില്ല. നിങ്ങൾ തേർഡ് അലോട്ട്മെൻറ്റിൽ എവിടെയാണോ കിട്ടിയത് അവിടെയാണ് നിങ്ങൾ അഡ്മിഷൻ എടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് പെർമനൻ്റ് അഡ്മിഷൻ 2 രീതി എന്ന് പറഞ്ഞു. ഒന്ന് ഹയർ ഓപ്ഷൻ നിലനിർത്തിക്കൊണ്ടും ഒന്ന് ഹയർ ഓപ്ഷൻ ഡിലീറ്റ് ചെയ്തുകൊണ്ടും നിങ്ങൾക്ക് പെർമനൻ്റ് അഡ്മിഷൻ എടുക്കാം. ഈ തേർഡ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞാൽ പിന്നീടുള്ളത് 4th അലോട്ട്മെൻ്റ് ആണ്. ഓക്കെ, അതിന് മുന്നോടിയായിട്ട് വിദ്യാർത്ഥികൾക്ക്, ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്ത വിദ്യാർത്ഥികൾക്ക് ലേറ്റ് രജിസ്ട്രേഷൻ ഉണ്ട്. ഇതുവരെ രജിസ്റ്റർ ചെയ്ത വിദ്യാർത്ഥികൾക്ക് എഡിറ്റിങ്ങിനുള്ള സൗകര്യമുണ്ട്. എഡിറ്റിംഗ് ചെയ്യാൻ കഴിയുന്ന വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത് ആരായിരിക്കും, ഹയർ ഓപ്ഷൻ നിലനിർത്തിയ വിദ്യാർത്ഥികൾക്ക് മാത്രമേ എഡിറ്റിംഗ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഒരു വിദ്യാർത്ഥി ഹയർ ഓപ്ഷൻ ഡിലീറ്റ് ചെയ്തു, ആ വിദ്യാർത്ഥിക്ക് എഡിറ്റിംഗ് ചെയ്യാൻ കഴിയില്ല. ഒരു വിദ്യാർത്ഥിക്ക് ഫസ്റ്റ് ഓപ്ഷനിലാണ് അഡ്മിഷൻ കിട്ടിയതെങ്കിൽ നിങ്ങൾക്കും എഡിറ്റിംഗ് ചെയ്യാൻ സാധിക്കില്ല. ഫസ്റ്റ് ഓപ്ഷനിൽ അഡ്മിഷൻ കിട്ടി, അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾക്കും എഡിറ്റിംഗ് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അതുകൊണ്ട് ലേറ്റ് രജിസ്ട്രേഷൻ 20-ാം തീയതി മുതൽ 22-ാം തീയതി വരെയാണ്. അതിൻ്റെ കൂടെ ഇപ്പോൾ അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾക്ക് എഡിറ്റിംഗ് ചെയ്യാം, ഒന്നും കിട്ടാത്ത വിദ്യാർത്ഥികൾക്കും എഡിറ്റിംഗ് ചെയ്യാം. ഇവിടെ ചോദിക്കാനുള്ള ഒരു ചോദ്യം, ഒന്നും കിട്ടാത്തവരെ എന്ത് ചെയ്യണം എന്നുള്ള ചോദ്യം ഉണ്ടായിരിക്കും. അവർ 4th അലോട്ട്മെൻറ്റ് വെയിറ്റ് ചെയ്യാം, അതിനു മുമ്പ് വേണമെങ്കിൽ എഡിറ്റിംഗ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. CT വേക്കൻസി മറ്റൊക്കെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. തേർഡ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞാൽ ആ സമയത്ത് അതിനനുസരിച്ച് നിങ്ങൾക്ക് ഓപ്ഷനുകളൊക്കെ കൊടുക്കാൻ സാധിക്കും. ബാക്കി അപ്ഡേറ്റുകൾ അതാത് സമയങ്ങളിൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. ഓക്കെ, താങ്ക് യു.